ഹലോ ഗൈസ്, അങ്ങനെ പുറത്ത് മഴ തകർക്കുന്ന അനുസരിച്ച് അകത്ത് പെയിന്റ് അടിയും തകർക്കുകയാണ്. യൂട്യൂബർ ആണെങ്കിൽ വരുന്ന മോഡൽസിന്റെ തലയിലൊക്കെ എന്തോ തരത്തിലുള്ള കീടനാശിനി അടിച്ചു കൊടുക്കുകയാണ്. ഇനി അതിന്റെ മോഡൽസൊക്കെ ഒരു മുക്കിലും മൂലിക്കും പോയി ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പുരാതന മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ ഉണർത്തുന്ന തരത്തിൽ വസ്ത്രം ധരിച്ച കുറച്ച് മോഡൽസിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്ക് സ്റ്റേജിൽ പരിപാടി തുടങ്ങിയിരുന്നു. ഒരു നമ്മുടെ യൂട്യൂബർക്ക് തിരക്കായിരുന്നു. അതിനിടയ്ക്ക് ഈ കുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ ഇങ്ങനെ കൈവൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്റ്റേജിന്റെ ബാക്കിലാണെന്ന് പറഞ്ഞു കൊടുത്തു. കിരീടം വെച്ച് ഏതോ ഒരു രാജകുമാരി അവിടെ കിടന്ന് കറങ്ങുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീടാണ് മനസ്സിലായത് പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു എന്ന്. സ്റ്റേജിൽ അത്രയും വലിയ പ്രോഗ്രാം നടക്കുമ്പോൾ ഇവിടെ രണ്ടുപേരും നിന്ന് വട്ടം നാരങ്ങ കളിക്കാണ്. പിന്നീട് ഒരു പ്രത്യേക തരത്തിലുള്ള മുഹമ്മൂടി ധരിച്ച മോഡൽസിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നു. എവിടെയോ വെച്ച് കണ്ട് പരിചയമുള്ള മുഹമ്മൂടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യും. ഇതൊക്കെ കണ്ട് തള്ളി നമ്മൾ നേരെ സ്റ്റേജിലേക്ക് ചെന്നു. എന്നാലും അതല്ലല്ലോ പാട്ടൊക്കെ കേട്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത്ര കഷ്ടപ്പെട്ടതിന് PWD നമ്മുടെ യൂട്യൂബർക്ക് പിടിച്ച ഒരു അവാർഡും കൊടുത്തു. അങ്ങനെ അവാർഡൊക്കെ മേടിച്ച് നേരെ റൂമിൽ ഒന്ന് കുളിച്ച് റെഡി ഫുഡ് കഴിക്കുന്നതിനായി കോഴിക്കോട് ബീച്ചിലേക്ക് നീങ്ങി. വയറുമാടൊക്കെ ഒരു യുദ്ധത്തിന് പോകുന്ന പോലെയാണ് എല്ലാവരും ഹോട്ടലിലേക്ക് നീങ്ങിയത്. ശരിക്കും അവിടെ നടന്നത് ഒരു യുദ്ധം തന്നെയായിരുന്നു. പിന്നെ നടന്നത് ഒരു തീറ്റ മത്സരമായിരുന്നു. ഫലൂദയിൽ ചിക്കൻ പീസ് മുക്കി തിന്നുന്ന വിചിത്രമായ കാഴ്ചകൾ വരെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഒന്നാം സമ്മാനം ഈ ചേട്ടൻ തന്നെയായിരുന്നു. ഇത്രയൊക്കെ കഴിച്ചിട്ട് വയറുന്നറിയാതെ കരിമീൻ ജ്യൂസും കുടിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ചെന്നപ്പോൾ അവിടെ പ്രോഗ്രാമിനുണ്ടായിരുന്ന കുറച്ച് മോഡൽസിനെ കാണാൻ സാധിച്ചു. അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ എൻജോയ് ചെയ്തു. ഇതൊക്കെ കേട്ടിട്ട് യൂട്യൂബർ എന്ന അഭ്യാസ പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിച്ചെങ്കിലും അതിശക്തമായ എതിർപ്പിനെ തുടർന്ന് ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ പാട്ടും ബഹളമൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചിന്റെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ 6 മണിക്കുള്ള ട്രെയിനിൽ തന്നെ നമ്മൾ കോഴിക്കോടിനോട് യാത്ര പറഞ്ഞ് കൊല്ലത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.